വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ അതായത് 1201 ആണ്ടിലെ ചിങ്ങമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രത്തിലും ചേർന്നതാണ് ഈ വൃശ്ചികക്കൂറെന്ന് പറയുന്നത്. നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക അധികാരങ്ങൾ ലഭിക്കാം, സ്ഥാനമാനങ്ങൾ ലഭിക്കാം, അധികാരങ്ങൾ ലഭിക്കാം, സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു, ധനലാഭവും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. പുതിയ വീട്ടിലല്ലെങ്കിൽ വേറെ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സാധ്യത വരുന്നു. അവിടേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ, വീട്ടിൻ്റെ ആയിട്ടുള്ള ഉപകരണങ്ങളെല്ലാം വാങ്ങുന്നതായിട്ടും ഉള്ളത് കാണുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നിശ്ചയം നടത്താനും അതേ തുടർന്ന് വിവാഹം നടത്താനും സാധിക്കുന്നു. വാതരോഗത്താലും മറ്റു ശാരീരിക ദുഃഖം അനുഭവിക്കുന്നവർക്ക് ആ രോഗത്തിൽ നിന്ന് ശമനം ഉണ്ടാകുന്നു, വേദനയും ഒക്കെ മാറി അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചാരിത്രഭംഗം വരാനുള്ള സാധ്യതയും കാണുന്നു, മാനഹാനി വരാം. കഠിന ദുഃഖങ്ങളും ബന്ധനവും വരേണ്ട സാധ്യത കാണുന്നു. അതായത് പോലീസ് പരാതികളോ കോടതി കേസുകളോ ഒക്കെ ഉണ്ടാവേണ്ട ഒരു സാധന കാണുന്നു. അശ്രദ്ധ കാണിച്ചാൽ റിമാൻഡിലാവേണ്ട സാധ്യതയും കാണുന്നു. ദമ്പതിമാർ തമ്മിൽ സ്വരച്ചേർച്ചയിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം, അതിൽ വഴക്കും ബഹളങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം കാണുന്നു. ദശാസന്ധിയും അപകാര ദശകളും കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിക്കോ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ എല്ലാവർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ്. മറിച്ചായാൽ മോശഗ്രഹങ്ങളുടെ, അതായത് ഒരു വ്യക്തിക്കോ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ മോശഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. ഒരു ജ്യോതിഷനെ കണ്ട് ജാതകം പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം നിങ്ങളാൽ കഴിയുന്ന പൂജകൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഇഷ്ടനിവേദ്യം സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും. ആപത്തുകൾ വരാതെ അദ്ദേഹം ശ്രദ്ധിക്കും. ശ്രീ ലക്ഷ്മി നരസിംഹ പൂജകളും ഹോമങ്ങളും വളരെ നല്ലതാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എല്ലാവർക്കും ഈ മലയാള പുതുവത്സരത്തിൽ ആശംസകൾ നേരുന്നു. കൂടാതെ പൊന്നോണ ആശംസകളും എല്ലാവർക്കും ഞാൻ നേരുന്നു. എല്ലാവർക്കും സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.